ഗിനിക്കോഴികളെ പുറത്തേക്ക് അഴിച്ചു വിട്ടതിന് ശേഷം പിന്നെ ഭരണകർത്താക്കളെല്ലാവരും അവരാട്ടോ. അവരെന്ന് പറഞ്ഞാൽ പെടയാണ്, ഗിനിയുടെ പെടയാണ് ആ പുള്ളിയുള്ളത്. അല്ലാതെ വൈറ്റ് കളറുള്ള പൂവനാണ്. പക്ഷെ പൂവനെ കൊണ്ട് ഒരു രക്ഷയില്ല. നമ്മുടെ പൂവന്മാരെല്ലാവരെയും കൊത്തി നശിപ്പിക്കും. പിന്നെ പെടക്കോഴികൾ പെടയവിട്ടാനിട്ട് ഓടിക്കൽ. പിന്നെ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ആദ്യമായിട്ട് ഓടിച്ചത്. ഇവൻ ഒരാളെ വലിയ കോഴികളെ അടുത്ത് നിർത്തത്തില്ല. അവൻ്റെ ഇഷ്ടത്തിന് കണ്ട് ഓടി വന്ന എല്ലാവരും ഓടിക്കില്ല പരിപാടി. ഇത് നമ്മുടെ ഒരു പുള്ളി പ്ലസ് കുറുങ്ങാലിയാണ്. കുറുങ്ങാലി എന്ന് വെച്ചാൽ ഒട്ടും പൊക്കമില്ലാത്ത ഒരാളാട്ടോ, നമ്മുടെ കയ്യിലിരിക്കുന്ന കുറുങ്ങാലികളിൽ. പിന്നെ ആൾ മുട്ടയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അതെ, നമ്മുടെ കൂനം കൊച്ചൂട്ടും വന്നിട്ടുണ്ട്. വേറെ പൂവന്മാരുമായിട്ട് അടിയുണ്ടാക്കി തലയൊക്കെ പൊട്ടിച്ച് വെച്ചേക്കുക. പിന്നെ അതിന് മരുന്നെല്ലാം തേച്ച് വിട്ടേക്കുക. ഇവരറിയാലോ, രണ്ടുപേരെ നമുക്ക് ചിറ്റ വഴിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അതിൽ 4 പേരുണ്ടായിരുന്നു, 2 പേര് ചത്തുപോയായിരുന്നു. ഇവർ 2 പേരെ ഇപ്പോൾ ഉള്ളൂ. ഇവരെ വൈകിട്ട് ടൈമിൽ മാത്രമേ നമ്മൾ പുറത്ത് വിടുകയുള്ളൂ. ഇവർ വേറെ ആരുമായിട്ടൊരു ബന്ധമില്ല. അവരവരുടേതായ കാര്യങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കൊരു ശല്യവും ഇല്ല.